സ്വഹാബികൾ പലരും മുമ്പ് കള്ളുകുടിക്കുമായിരുന്നു. ചിലർ മദ്യപിച്ച് നിസ്കരിക്കാൻ വരെ വരുമായിരുന്നു. തങ്ങളുടെ മരണശേഷം തങ്ങളുടെ ശ്മശാനത്തിൽ പോലും മദ്യം വിതരണമെന്ന് വസിയത്ത് ചെയ്തിരുന്ന ജാഹിലിയ യുഗത്തിൽ ഒറ്റയടിക്ക് മദ്യപാനം നിരോധിക്കാതെ സൈക്കോളജിക്കലായ 3 ഘട്ടമായിട്ടാണ് ഖുർആൻ മദ്യ നിരോധനം നടപ്പാക്കുന്നത്. 1-ാം ഘട്ടം ഈ ആയത്ത് അവതരിച്ചു. അതായത് മദ്യപാനത്തിൽ കുറച്ചു മാത്രം ഉപകാരവും ഏറെ ഉപദ്രവമാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു ആയത്ത്. ആയത്തിന്റെ ഹിക്മത്ത് മനസ്സിലാക്കി ചിലർ സ്വമേധയാ മദ്യപാനം ഉപേക്ഷിക്കുകയും മറ്റൊരു ചിലർ അത് തുടരുകയും ചെയ്തു. 2-ാം ഘട്ടം ഈ ആയത്ത് അവതരിച്ചു. അതായത് നിസ്കാരത്തിന് തൊട്ടു മുമ്പുള്ള സമയത്ത് മദ്യപിക്കരുതെന്നും മദ്യപിച്ച് നിസ്കാരത്തിലെത്തുന്നത് ധാർമ്മികമല്ലെന്നും സൂചിപ്പിക്കുന്ന ഒരു ആയത്ത്. അങ്ങനെ ഘട്ടം ഘട്ടമായി അവരുടെ ഹൃദയത്തെ മദ്യപാനത്തിനെതിരെ സ്വമേധയാ രൂപപ്പെടുത്തിയ ശേഷമാണ് മദ്യപാനം പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടുള്ള ഈ ആയത്ത് അവതരിക്കുന്നത്. മദ്യപാനവും ചൂതാട്ടവുമെല്ലാം പിശാചിന്റെ കളിക്കോപ്പകളാണെന്നും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങളത് ഉപേക്ഷിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഒരു ആയത്ത്. ഈ ആയത്ത് അവതരിച്ചതോടുകൂടി മദീനയിൽ മദ്യചഷകങ്ങൾ വലിച്ചെറിയപ്പെട്ടു എന്നാണ് ചരിത്രം. എന്നിട്ടും മദ്യപാനം നിർത്താൻ ഒരുങ്ങാത്തവർക്ക് വേണ്ടി ആയത്തിന്റെ അവസാനം ഖുർആൻ ഇങ്ങനെ കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്, ഫഹൽ അൻതും മുൻതഹൂൻ, ഇനിയും നിങ്ങൾ ഇതൊന്നും അവസാനിപ്പിക്കാൻ ഒരുക്കമല്ലേ?